ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ നന്ദിനിയുടെ സ്നേഹം കാണുമ്പോൾ അച്ഛൻ പറയും, നന്ദിനി അഗ്നിപർവ്വതം എന്ന് കേട്ടിട്ടുണ്ടോ? നന്ദിനി പറയും, ഉവ്. അപ്പം മാഷു പറയും, ആ അഗ്നിപർവ്വതങ്ങളെ എല്ലാ കാലത്തും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുക, ദീർഘകാലം അതൊന്നും സംഭവിക്കാത്ത ഉറഞ്ഞു കിടക്കും. അപ്പോഴും ഉള്ളിൽ ഏത് നിമിഷവും പുറത്തേക്ക് തെറുക്കാനായി പൊട്ടിച്ചിതറാനായി തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴുള്ള നിന്റെ മാറ്റം അങ്ങനെ ആവരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. അപ്പം നന്ദിനി മനസ്സിൽ വിചാരിക്കും, ഓച്ചാണി മാഷേ, തൻ്റെ ഈ വാക്കുകൾക്കുള്ള മറുപടി ഞാൻ എന്തെങ്കിലും തിരിച്ചു തരുന്നുണ്ട്. ശേഷം ചിരിച്ചിട്ട് പറയും, അച്ഛൻ സ്കൂൾ മാഷായതുകൊണ്ട് കളിയാക്കുന്നതിൽ നല്ല സ്റ്റാൻഡേർഡാണ് അല്ലേ അമ്മേ? അപ്പണ്ടാവും വിനായകൻ അങ്ങോട്ട് വരുന്നേ. നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യ? കുറെ നാളുകൾക്ക് ശേഷം തമാശയൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ ഡിന്നർ കഴിക്കുന്നേ. അപ്പോഴേക്കും കമൽ പറയും, വാ ഇരിക്കി. അപ്പോൾ വിനായകൻ അടുത്തേക്ക് ചെന്നിട്ട്, അച്ഛാ ഇത് അമ്മയുടെ വളയാ, ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നന്ദിനി പറയും, അത് നിങ്ങൾ എടുത്തോ? ദേ വേദേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വിനേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, ദാമേ എന്ന് പറഞ്ഞ് കമലയ്ക്ക് കൊടുക്കുമ്പോ കമലം അത് വാങ്ങിച്ചിട്ട് പറയും, ഇതാ ശ്രീജയെ, കച്ചവടത്തിന് ആവശ്യമുള്ളതല്ലേ, ഇത് വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ശ്രീജ വിഷുവിനെ നോക്കുകയാണേ. അപ്പൊ മാഷു പറയും, അത് വിഷത്തിനുള്ളതല്ല, നിനക്കുള്ളതാ, വാങ്ങിച്ചോ, തിരിച്ചു തരാനല്ല ഇതിപ്പോ തരുന്നത്, അതുകൊണ്ട് ഇത് പണയം നിൽക്കാൻ വെക്കണ്ട, അങ്ങ് വിറ്റേക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടിപ്പോവാണേ. നന്ദിനി അയ്യോ എന്ന് പറയും, ഇപ്പം മാറിയതാണല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റണില്ല, മിണ്ടാതെ നിൽക്കും. ബിസിനസ് കുറച്ച് വലുതാവട്ടെ. അപ്പം നന്ദിനി പറയും, എന്തായാലും വിൽക്കല്ലേ, അപ്പോൾ വിറ്റ് കിട്ടുന്നതിൽ കുറച്ച് ക്യാഷ് വിനേട്ടന് കൊടുത്തൂടെ, അത്യാവശ്യം ഉള്ളതുകൊണ്ടാണല്ലോ വിനേട്ടൻ അത് ചെയ്തത്. അപ്പോൾ വേദ പറയും, അഗ്നിപർവ്വതത്തിന്റെ കാര്യം അച്ഛൻ പറഞ്ഞല്ലേ, അതിപ്പോഴാ സത്യമായത്. നന്ദിനി അന്തം വിട്ടു നോക്കുമ്പോൾ വേദ പറയും, അഗ്നിപർവ്വത്തെ ഇത്രയും നേരം അടക്കി പിടിച്ച നന്ദിനി എടുത്തി ദാ പൊട്ടിത്തെറിച്ചു. അപ്പൊ നന്ദിനി പറയും, അയ്യോ ഞാൻ എന്റെ വിഷമം പറഞ്ഞതാ വേദേ, അല്ലാതെ നീ പറഞ്ഞതുപോലെ വഴക്കുണ്ടാക്കൊന്നുമല്ല. കമലമ്മ പറയും, മതി മതി, ഇനി ആ വളയുടെ കാര്യം ഇതോടെ തീർന്നു, വഴക്ക് വേണ്ട. വിക്രം മലയ്ക്ക് പോയി വരുന്നത് വരെ ഈ രീതിയിൽ കുടുംബം മുന്നോട്ട് പോയാൽ അത്രയും നല്ലത്. അപ്പൊ വേദ പറയും, അമ്മേ നമ്മളെല്ലാരും കൂടെ തീർത്ഥാടന യാത്ര പോകുന്നതിനെ കുറിച്ച് അച്ഛമ്മ പറഞ്ഞില്ലേ, വിക്രം മലയ്ക്ക് പോകുന്നതിന് മുമ്പ് അതങ്ങ് നടത്തിയാലോ എന്നാ. വിനായകൻ പറയും, വണ്ടിയുടെ കാര്യം ഞാൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാരും അന്തം വിട്ട് നോക്കുമ്പോ വിനയൻ പറയും, വണ്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേദ എന്നോട് പറഞ്ഞിരുന്നു. നന്ദിനി വിചാരിക്കും, ഇങ്ങനിപ്പോ ഇവൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നതായിട്ടുണ്ടല്ലോ, ഇയാളുടെ എന്തോ ഒരു ടൈപ്പ് ഇവൾക്കറിയാം, എന്തായിരിക്കും അത് എന്ന് പറഞ്ഞ വേദയെ നോക്കുമ്പോ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നന്ദിനി ചിരിക്കും കേട്ടോ. മാഷെന്താ ഒന്നും പറയാത്തെ? അമ്പലത്തിൽ എല്ലാരും കൂടെ പോണെന്ന് വിചാരിക്കുമ്പോ ഒരേ പ്രാർത്ഥനയോടെ ഒരേ മനസ്സോടെ പോണം കമല. ഈ വീട്ടിലെല്ലാവരും ഒരേ മനസ്സായിട്ടില്ല. നന്ദിനിക്കും അച്ഛൻ ഉദ്ദേശിച്ച തന്നെയാണോ? ഞാൻ കാരണമാണ് ഈ യാത്ര മാറ്റി വെക്കുന്നെങ്കില് ഞാൻ എല്ലാരോടും പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാ പോരെ. വള വിറ്റുന്ന ക്യാഷ് അത് ഞാൻ വേറെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അത് ശ്രീജയെടുത്ത് എന്നെ എടുത്തോട്ടെ. എന്റെ വാക്ക് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുക. വിഷം പറയും, അതിനിപ്പോ മാപ്പ് ചോദിക്കാൻ എന്താ ഉണ്ടായത്, അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നന്ദിനി പറയും, വിശ്വേട്ടനെയും ശ്രീചേർത്തിയും കൂടെ അപ്പുമോളെ കൂട്ടിയിട്ട് വാ, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അച്ഛമ്മ പറഞ്ഞതുപോലെ പോയിട്ട് വരാം. മാഷിന്റെ ഒരു മറുപടി ഇല്ല കേട്ടോ. കമല വീണ്ടും ചോദിക്കുമ്പോ, ശരി ഇനി ഞാനായിട്ട് ഒരു തടസ്സം പറയണല്ല. വിഷം പറയും, എങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച പോവാം, ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച വരാം, ആരുടെയും പണിയും മുടങ്ങില്ല. വിനായകൻ പറയും, വണ്ടി ഞാൻ ഏൽപ്പിക്കാം. അപ്പൊ വേദയ്ക്കും, അച്ഛമ്മയെ വിളിക്കണോ അമ്മേ? മാഷ് പറയും, വേണ്ട, വിളിച്ചാ ഓടിയെത്തും, അതിന് വയ്യ, പുറത്തു പോയി ഭക്ഷണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ മാഷ് അച്ഛമ്മയെ വിളിക്കണ്ടെന്ന് പറയണേ. ഇപ്പൊ നന്ദിനിക്ക് സന്തോഷവും, ഈ യാത്ര നിനക്ക് എന്നെന്നുമായിട്ട് ഓർമ്മിക്കാനുള്ള യാത്രയാക്കി തരാം വേദേ, നീ നോക്കിക്കോ എന്നും പറഞ്ഞാണ് നന്ദിനി കൂടെ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ ശേഷം പിന്നീട് വേദ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലാണ്. റൂമില് വിക്രം ഫോണിൽ കളിക്കുമ്പോ വേദ അങ്ങോട്ട് വരുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ കൊടുക്കുക, ഇതെന്താ പതിവില്ലാതെ ആപ്പിളായിട്ട്? വേദ പറയും, ഓഫീസിൽ നിന്ന് വരുന്ന വഴി കൂട്ടിയിട്ട് തൂക്കി വിൽക്കുന്നു, കിലോയ്ക്ക് 100 രൂപ, അപ്പൊ വാങ്ങിച്ചു. എല്ലാവർക്കും കൊടുത്തില്ലേ? വേദ പറയും, ഇല്ല, ഞാൻ രഹസ്യമായിട്ട് എന്റെ ഭർത്താവിന് മാത്രം കൊണ്ടു തന്നു, എന്റെ പേര് നന്ദിനി എന്നാണല്ലോ, ഇരിക്കൂടെ എന്നും പറഞ്ഞ് ആപ്പിൾ എടുത്ത് കഴിക്കണേ. അങ്ങനെ വേദ അവിടെ ഇരുന്നിട്ട് കാര്യം ചോദിക്കും, നീ പറഞ്ഞതുപോലെ ഞാനിന്ന് അവനെ പോയി കണ്ടിരുന്നോ? വേദയ്ക്കും വരുണ്യോ? എന്നിട്ട് എന്ത് തോന്നി വിക്രമിനെ? വിക്രം പറയും, ആദ്യം ഒരു ഉടക്കിലായില്ല ഞാൻ നിന്നത്, പക്ഷേ വേദയ്ക്കും പക്ഷേ അവൻ ആ ബന്ധത്തിൽ സീരിയസ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പശ്ചാത്തപിക്കുന്നുണ്ട്. വേദയ്ക്കും അത് സത്യം തന്നെയാണോ? വിക്രം പറയും, ഒരാൾ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ? ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചു, അവൻ മനസ്സുകൊണ്ട് മറ്റൊരാളായി മാറിക്കഴിഞ്ഞു. വേദ വീണ്ടും ചോദിക്കും, അത് വിശ്വസിക്കാൻ പറ്റുമെന്നാ എന്റെ ചോദ്യം. വിക്രം പറയും, ഒരാൾക്ക് 3 ലൈഫ് ഉണ്ട്, പബ്ലിക് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, പിന്നെ സീക്രട്ട് ലൈഫ്. പബ്ലിക് ലൈഫ് നമുക്കറിയാം ഒരു പരിധിവരെ, പ്രൈവറ്റ് ലൈഫും, പക്ഷേ സീക്രട്ട് ലൈഫ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല.
അവന്റെ രഹസ്യ ജീവിതത്തിൽ അവനിപ്പോഴും പഴയ വരുണിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ദീപ്തിക്ക് പോലും സാധ്യമല്ല. ഭേദവയ്ക്കും അപ്പൊ നമ്മൾ എന്ത് നിലപാടെടുക്കണം? വിക്രം ചോദിക്കും, നീ ആരുടെ ഭാഗത്തു നിൽക്കും? ഇക്കാര്യത്തിൽ ഒരാളെ പോലും ദീപ്തി അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അവന്റെ പാസ്റ്റ് അറിയുന്ന ആരും അത് സമ്മതിക്കില്ല. വേദ പറയും, പക്ഷെ ഒരാൾക്ക് നന്നാവാൻ പാടില്ലേ? ഒരിക്കലും തെറ്റ് ചെയ്താ എല്ലാ കാലത്തും അതിന്റെ ശിക്ഷ അനുഭവിക്കണം എന്നാണോ? തിരിച്ചറിഞ്ഞ് തിരുത്താൻ ഒരാൾക്ക് അവകാശമില്ലേ വിക്രം? വിക്രം പറയും, ഇല്ലെന്നല്ല, പക്ഷെ അത് ആളുകൾ വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല. തെറ്റ് ചെയ്ത ആളെ അത് മനസ്സിലാക്കി തിരുത്തിയെന്ന് വിചാരിക്കുക. അത് മനസ്സിലാക്കാൻ സാധാരണ ആൾക്കാരുടെ മനസ്സ് സമ്മതിക്കില്ല. വേദയ്ക്കും എന്താ അതിന്റെ കാരണം? വിക്രം പറയും, സിമ്പിൾ. മനുഷ്യന് ഇപ്പോഴും ഇഷ്ടം കഥകളാണ്. കഥ പറയാനും കേൾക്കാനും ഇഷ്ടമുള്ള ഒരേ ഒരു ജീവിയും മനുഷ്യനാണ്. അതിൽ തന്നെ ഗുണപാഠ കഥകളല്ല അവനെ പിടിച്ചിരുത്തുക. വാശിയും മത്സരവും നുണയും ചതിയും വഞ്ചനയും കൊലപാതകവും അങ്ങനെ നിറം പിടിച്ച കഥകളാ. ഒരാൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിന് എന്ത് കളറാ ഉള്ളത്? വെളുത്ത വസ്ത്രം പോലെ ക്ലീൻ ആയൊരു ജീവിതം എല്ലാവരെയും ത്രില്ലടിപ്പിക്കില്ല. അത് വരുണിന്റെ ആയാലും ഒരു പരിധിവരെ എന്റേതായാലും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ളത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. ആൾക്കൂട്ടത്തിന്റെ അഹനം അല്ലല്ലോ മനുഷ്യന്റെ ജീവിതം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാനേ ഞാൻ പറയൂ. വേദ പറയും, എന്റെ ജീവിതത്തെ ഞാൻ തെരഞ്ഞെടുത്തതുപോലെ അവളുടെ ജീവിതം അവൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അപ്പോ ഞാൻ അത് അംഗീകരിക്കണ്ടേ? വിക്രം പറയും, അതോടെ നിന്റെ വീട്ടുകാര് ആജന്മ ശത്രുക്കളാകും, അതുറപ്പാ. വേദ പറയും, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് അവളെ പോയെന്ന് കണ്ടാലോ? വിക്രം പറയും, നോക്കാം. പിന്നെ വേറൊരു കാര്യം, മോന്റെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും എനിക്കൊരു പരിധിവരെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സീക്രട്ട് ലൈഫ് അത് അധിക കാലം കൊണ്ട് നടക്കാന്ന് മോൻ വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ വിക്രം ചിരിക്കും. ഇളിക്കണ്ട, മലയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വാ. എന്തൊക്കെ രഹസ്യങ്ങളാ ആ ലൈഫിൽ മോൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പോഴും വിക്രം ചിരിക്കുക, കൂടെ ഒരു കള്ളച്ചിരിയുടെ വേദയും. അതിനുശേഷം രാത്രിയിൽ പിന്നീട് കാണിക്കുന്നത് വരുണിന്റെ വീട്ടിലാണ്. വരുൺ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് വാസ്തവം വരികയാണ്. വാസവനെ കാണുമ്പോ വേഗം വരുൺ എഴുന്നേൽക്കും. നീ തിരക്ക് പിടിച്ച പണിയിലൊന്നും അല്ലല്ലോ? വരുൺ പറയും, അല്ല. അങ്ങനെ രണ്ടുപേരും അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങാം. ഇന്നോളം നിന്നെ ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. നീ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്നുള്ള വിചാരം കൊണ്ടല്ല. തിരിച്ച് അച്ഛൻ എന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്കില്ലാത്തതുകൊണ്ടാ. അതിനെല്ലാം ന്യായീകരിക്കുന്ന മറുപടി തരാൻ ഞാൻ തയ്യാറല്ല. കാരണം അതെല്ലാം എന്നെ മാത്രം സംബന്ധിക്കുന്ന ശരികളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരാൾക്കത് തെറ്റാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഞാനത് കാര്യമാക്കാറില്ല. നിന്റെ തീരുമാനങ്ങളെയും ഞാൻ അങ്ങനെയാ കണക്കാക്കുന്നത്. പക്ഷേ എന്നോടെങ്കിലും നീ സത്യം പറയണം. വരുൺ പറയും, അച്ഛൻ ചോദിച്ചോളൂ, ഞാൻ പറയാം. വാസവൻ പറയും, വിക്രവും ഞാനും തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചത് നീ കാരണമാണെന്ന് നിനക്കറിയാലോ. നിന്നെ ആ നിലയിലാക്കി അവനെ ആ നിലയിലെ ആ അവസ്ഥയിൽ കിടത്തണം എന്നായിരുന്നു എന്റെ വാശി. പക്ഷെ എപ്പോഴും ഭാഗ്യം അവന്റെ ഭാഗത്താണ്. ആ കളിയുടെ അവസാന ലാപ്പിൽ ഇറങ്ങാൻ നിന്നപ്പോഴാ രേണു എന്നോടൊരു കാര്യം പറഞ്ഞത്. അത് സീരിയസ് ആണോ എന്ന് എനിക്കറിയണം. അതോ വിക്രമിനോടുള്ള പക വീട്ടാൻ നീ അവന്റെ ഭാര്യയുടെ അനിയത്തിയെ കരുവാക്കുന്നതോ? വരുൺ പറയും, പകയും പ്രതികാരമൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല അച്ഛാ. ആ ചെറിയ പ്രായത്തിൽ അത്രയേറെ തെറ്റുകൾ ചെയ്തതില് എനിക്കിപ്പോ പശ്ചാത്താപമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അർഹനല്ലെന്ന് കരുതിയപ്പോ ജീവിതത്തിലേക്ക് എന്നെ പിടിച്ചു കയറ്റിയത് ദീപ്തിയാണ്. ആ അവളെ കരുവാക്കി ഞാൻ ആരോടും യുദ്ധത്തിനില്ല. എനിക്ക് വേണ്ടിയാണ് വിക്രത്തോട് അച്ഛൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇനി അത് വേണ്ട. എനിക്ക് അയാളോട് നന്ദി മാത്രമേ ഉള്ളൂ. ഇതുവരെ ജീവിച്ച ജീവിതം വലിയ തെറ്റായിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് വിക്രമാണ്. അച്ഛൻ കരുതുന്ന പോലെ ദീപ്തിയായിട്ടുള്ള ബന്ധം എനിക്കിപ്പോ തമാശയല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന് പകരം വീട്ടാനോ കണക്ക് ചോദിക്കാനോ അച്ഛൻ നിൽക്കണ്ട. അച്ഛനത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. പ്ലീസ് അച്ഛാ, ഇനി മതിയാക്കാം. വേണ്ട. വാസവനൊന്നും പറയാനില്ലാതിരിക്കുമ്പോ വരുൺ ചോദിക്കും, അച്ഛനെന്തൊന്നും പറയാത്തേ? വാസവൻ ചിരിക്കുക, പച്ചമരം കത്താൻ പാടാ, കത്തിപ്പിടിച്ച പിന്നെ അണയാനും പാടാ. നിന്റെ അച്ഛന്റെ ഈഗോയും അങ്ങനെ ആയിപ്പോയി. ഇങ്ങോട്ട് അപേക്ഷിക്കാതെ വിട്ടുകളഞ്ഞ് ശീലമില്ലാതായിപ്പോയി. നീ മൊബൈലിൽ കളിക്കേ എന്ന് പറഞ്ഞ് വാസവൻ ആ ഡോർ അടച്ച് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം മറ്റൊരു ദിവസം വാസവൻ ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോ അങ്ങോട്ട് ശ്രീകാന്ത് വരികയാണേ. അങ്ങനെ അവരെ കൈ കൊടുത്ത് സംസാരിക്കും. അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. പിന്നെ ഓഫീസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നത്. ശ്രീകാന്ത് പറയും, ഇന്ന് അച്ഛൻ ഓഫീസിലുണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള അടുപ്പം അച്ഛൻ അറിയണ്ടെന്ന് കരുതി. വാസവൻ ചോദിക്കും, അതെന്താ? അല്ല, അത് അറിഞ്ഞുകൊണ്ട് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടല്ല. അങ്ങനെ ഒളിച്ചു വെക്കേണ്ട റിലേഷൻഷിപ്പാണ് നമ്മൾ തമ്മിലെന്ന് തോന്നുന്നുണ്ടോ തനിക്കെന്ന് അറിയാനാ? ഏയ് അതല്ല. വാസവൻ പറയും, അഥവാ ശ്രീകാന്ത് ഒളിച്ചു വെക്കാൻ ആഗ്രഹിച്ചാൽ അത് ഒളിച്ചു വെക്കാൻ പറ്റും തോന്നുന്നില്ല. ശ്രീകാന്തിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രീകാന്തിന് മനസ്സിലായോ? ശ്രീകാന്ത് പറയും, ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഞാൻ കാര്യത്തിലേക്ക് വരാം. ശ്രീകാന്തിന്റെ അനിയത്തി ദീപ്തിയെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ആ കുട്ടിയും എന്റെ മകനുമായിട്ട് എന്തോ. ശ്രീകാന്ത് പറയും, അത് ഞാനും കേട്ടു. വാസവൻ സാറ് അത് കാര്യമാക്കണ്ട. അവര് ചിലപ്പോ നല്ല സുഹൃത്തുക്കളായിരിക്കും. എത്ര സോഷ്യൽ മീഡിയ പുരോഗമനം പറഞ്ഞാലും ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും പ്രശ്നമാണ്.
വാസവൻ പറയും, ആദ്യഘട്ടത്തിൽ ഞാനും അങ്ങനെ വിചാരിച്ചത്. ഇത്തരം കാര്യങ്ങൾ അവനോട് സംസാരിക്കാൻ എനിക്ക് മടിയായിരുന്നു. പിന്നെ ചോദിച്ചുറപ്പിക്കാതെ നിവർത്തിയില്ലല്ലോ എന്ന് തോന്നി. കുട്ടികള് അത് തമാശയായിട്ടല്ല എടുത്തതെന്നാ എനിക്ക് തോന്നുന്നത് ശ്രീകാന്ത്. നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം വേണ്ടി വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും അവരത് സമ്മതിക്കുന്നു തോന്നില്ല. ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഒരച്ഛനെന്ന നിലയിൽ അത് ചെയ്യാതിരിക്കാനും നിവൃത്തിയില്ല. അവന് വേണ്ടി വീട്ടിൽ വന്ന് ഞാൻ അച്ഛനൊന്ന് കാണട്ടെ. ഐ മീൻ ഒരു ഒഫീഷ്യൽ പ്രപ്പോസൽ. ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട. അച്ഛൻ അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടായിരിക്കും. വാസവൻ പറയും, നമ്മളത് തീരുമാനിച്ചില്ലെങ്കിൽ കുട്ടികളെ തീരുമാനിക്കും. അത് പിന്നെ നമ്മളെ രണ്ട് കുടുംബങ്ങൾക്കും നല്ലതാവില്ലല്ലോ. ശ്രീകാന്തിന് വല്ല എതിർപ്പുണ്ടോ? എന്റെ കാര്യമല്ല വാസവ പ്രശ്നം. എനിക്ക് നിങ്ങളെപ്പോലൊരു ബന്ധം കിട്ടുന്നത് നല്ലതല്ലേ? അച്ഛനെ ബോധ്യപ്പെടുത്തണം. അത് അത്ര എളുപ്പമല്ല. അതെനിക്ക് മനസ്സിലാവും. ആ ടാസ്ക് ശ്രീകാന്തിന് ഏറ്റെടുക്കാൻ പറ്റുമോന്നാണ് എന്റെ ചോദ്യം. ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ശ്രീകാന്ത് പറയും, തുറന്നു പറയുന്നതുകൊണ്ട് വാസുവിനൊന്നും വിചാരിക്കരുത്. ഈ കാര്യത്തില് എനിക്ക് തുറന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരാളുടെ കാര്യം തന്നെ വാസുവിന് അറിയാലോ. വീട്ടിൽ എനിക്ക് അച്ഛനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോ എന്റെ മകൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അർത്ഥം. എന്തായാലും എന്റെ മകന്റെ ഇഷ്ടത്തിന്റെ കൂടെ എനിക്ക് നിന്നേ പറ്റൂ. ശ്രീകാന്തിന്റെ മുഖം മാറുന്നുണ്ട്. ഇത് ഭീഷണിയൊന്നുമല്ല, അങ്ങനെ എടുക്കണ്ട. ശ്രീകാന്ത് പറയും, നമ്മൾ തമ്മിൽ എന്ത് ഭീഷണി? എന്നാ ശരി വരട്ടെ എന്ന് പറഞ്ഞ് വാസവൻ കൈ കൊടുത്ത് പിരിയാ. വാസവൻ പോകുമ്പോ ബൈക്ക് കൊടുക്കും. എന്നാ ശ്രീകാന്തിന്റെ മുഖം അങ്ങോട്ട് മാറും. ഹോ, എന്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചു തരുന്നുണ്ട്. നീ മണ്ഡപം ബുക്ക് ചെയ്ത് കാത്തിരുന്നു, കാണാം എന്ന് പറഞ്ഞ നല്ല പകയോട് കൂടിയാണ് ശ്രീകാന്ത് നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രവും വേദയും കൂടെ ഒരു പള്ളിയുടെ മുന്നിലെത്തിയിരിക്കണേ. അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ വേദയ്ക്കും, നമ്മളിപ്പോൾ എന്താ അവളോട് പറയാൻ പോണത്? നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? വേദ പറയും, അല്ല നേരിട്ട് വീട്ടുകാരെ എതിർക്കാനുള്ളൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടെന്ന് തോന്നിയ അവരുടെ നീക്കം എങ്ങനെയാവുന്ന എന്റെ സംശയം. തന്റെ അനുജത്തി എങ്ങനെ പെരുമാറുന്ന ആലോചിച്ചാൽ മതി. ആ പയ്യൻ നമ്മൾ പറയുന്ന പോലെ തന്നെ കേട്ടെന്നുള്ളൂ. വേദയ്ക്കും അവന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്താ നമുക്ക് നോക്കാൻ നേത്താൻ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും നടക്കുമ്പോ വേദയുടെ മുഖം കാണുമ്പോ വിക്രം ചോദിക്കും, തന്റെ മുഖം എന്താ ഒരു പ്രശ്നമുള്ളതുപോലെ? നമ്മൾ ഇവരോടൊപ്പം ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്ന് അച്ഛനറിഞ്ഞാൽ എന്നുള്ള സീൻ ആലോചിക്കായിരുന്നു. വിക്രം ചിരിച്ചിട്ട് പറയും, അതെന്തായാലും അച്ഛന്റെ കുടുംബത്തിൽ ഇപ്പൊ നീ ഇല്ലല്ലോ, പിന്നെന്താ? അതല്ല വിക്രം. വിക്രം പറയും, അത് മനസ്സിലായി. ഞാനോ വീട്ടുകാരെ വഞ്ചിച്ചു. ഇപ്പതാ എന്റെ അനുജത്തിയുടെ വഞ്ചനയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കാൻ പോകുന്നു എന്ന കുറ്റബോധം അല്ലേ? വീട്ടുകാരെ ധിക്കരിച്ച് നീ എന്റെ വീട്ടിലേക്ക് ഇറങ്ങി പോന്നത് നീ മാത്രം എടുത്ത തീരുമാനാ. പക്ഷേ നിന്റെ അനുജത്തിയുടെ കാര്യത്തിൽ ഇത് അവരുടെ തീരുമാനാണ്. നമ്മുടെ കാര്യത്തേക്കാൾ ജനുവിനാണത്. അത് കേൾക്കുമ്പോ വേദ വിക്രം അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ, അതെ വിക്രം, അപ്പോ ഞാൻ ജനുവിൻ അല്ലെന്നാണോ എന്ന് വെച്ച് മുന്നിൽ വന്ന് നിൽക്കും. അത് പിന്നെ എന്താ ഉത്തരല്ലേ? വിക്രം പറയും, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വേദയ്ക്കും പിന്നെ എങ്ങനെയാ? വിക്രമിന് ചിരിയൊക്കെ വരുന്നുണ്ട്. ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല, അത് ആ അർത്ഥത്തിലല്ല. ജനുവിൻ അല്ലാത്തതുകൊണ്ടാണോ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞൊരു വർഷമായി നിങ്ങളുടെ ഭാര്യ എന്ന ലേബലായിട്ട് ഞാൻ ജീവിക്കുന്നത്? വിക്രമിന് ചിരി വരുന്നുണ്ട്. ജനുവിൻ അല്ലെന്നല്ല, അവര് തമ്മില് മാനസികമായി നല്ല ബോണ്ടിങ്ങിലല്ല. അതുപോലെ നമ്മൾ തമ്മില് വേദയ്ക്കും എന്താ നമ്മൾ തമ്മിൽ ഒരു ബോണ്ടിങ്ങും ഇല്ലേ? അല്ല ഇല്ലെന്നല്ല, വേദയ്ക്കും എന്താ കുറവാണെന്നാണോ? വിക്രം അപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നാണത്തിൽ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് വേദ പറയും, എങ്കിൽ പിന്നെ നമുക്ക് ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം വിക്രം. പക്ഷേ ദാ എന്റെ മുഖത്ത് നോക്കി പറയണം. ദാ ഇവിടെ വെച്ച് പറഞ്ഞാലും മതി. മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു തരണോ? ഈ പറച്ചില് വിക്രം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയും നേരം ഇങ്ങനെയെല്ലാം തമാശയായി ഇങ്ങനെ പ്രണയത്തിന്റെ ഒരു ട്രാക്കിൽ വരുന്ന വിക്രമിന്റെ മുഖം അങ്ങ് മാറും. എങ്കിലും അവർ തമ്മിലുള്ള ആ പ്രണയം തുറന്നു പറയാറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാലയിട്ടതുകൊണ്ട് മാത്രമാണ് വേദ ഇപ്പം അത് പറയാത്തത്. അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങളും പിന്നീട് വേദയും വിക്രവും കൂടെ ദീപ്തിയോടും വരുണിനോടും സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്